നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെയ്തുപോയ തെറ്റിന് പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കുന്നതൊക്കെ വന്ദനയുടെ ഇഷ്ടം. ജഗനൊരു നിഴലായിട്ട് നിന്റെ ഒപ്പം എന്നും കാണും. അതിന്റെ സങ്കടം തീരും മുമ്പേ ജഗനും കൂടി കുറുപ്പിനെ ധിക്കരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു അച്ഛന് സഹിക്കാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് മനസ്സിലാവും മാധവേട്ട. നമ്മുടെ മകള് കാരണം കുറുപ്പിന് ആപത്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞപ്പോ അവളുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്റെ കുഞ്ഞു നിന്ന് ദഹിക്കായിരുന്നു മാധവേട്ട. എന്റെ മോള് ശാപം കിട്ടിയവളൊന്നുമല്ല, എന്റെ വയറ്റിൽ പിറന്ന പുണ്യ അവള്. അവളെ കിട്ടിയ അയാളുടെ മോനെ ഭാഗ്യവൻ. ഇവിടെ നടന്നതെല്ലാം മറന്നേക്ക്. നമ്മളിവിടെ വരാൻ പാടില്ലായിരുന്നു മാധവേട്ട. ചന്ദ്രു, നമ്മൾ വന്നത് അവരെ വിരുന്നിന് വിളിക്കാനല്ലേ? വന്ദനയും കൂട്ടി വരാന്ന് ജഗൻ സമ്മതിക്കുകയും ചെയ്തല്ലോ. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? ഓ, ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ നടന്നൊന്നും വീട്ടിൽ ആരോടും പറയാൻ നിൽക്കണ്ട. വന്ദന കുറുപ്പിന്റെ വീട്ടിൽ സന്തോഷമായിട്ടാ കഴിയുന്നതെന്ന് എല്ലാരും കരുതിക്കോട്ടെ. വാ, കേറാം. വന്ദന, സോറി. ആരൊക്കെ അവഗണിച്ചാലും കുത്തുവാക്കുകൾ പറഞ്ഞാലും വന്ദന എന്താണെന്ന് എനിക്കറിയാം. വേണ്ട, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ? വലിയ സ്വത്തും പണമൊന്നും ഇല്ലെങ്കിലും ആ വാടക വീട്ടിലെ സമാധാനത്തോടെ ജീവിച്ചതാ ഞാനും എന്റെ ദീമോളും. ആ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തനാ. നിങ്ങളെ കണ്ട നിമിഷം മുതൽ തുടങ്ങിയതാ എന്റെ കഷ്ടകാലം. വന്ദനെ, അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കറിയാം വന്ദനെ. വേണ്ട, അച്ഛനെ അമ്മയെ ആക്ഷേപിക്കാനുള്ള അവകാശമൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം ഞാൻ ജഗനോട് പറഞ്ഞിട്ടുള്ളതാ, ആ പാവങ്ങളെ ഇനി ആക്ഷേപിച്ച ഞാൻ പ്രതികരിക്കുമെന്ന്. ദേ, ഇപ്പൊ കണ്ടതും കേട്ടതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം. മാധവൻ നായരുടെ മക്കൾ ആരുടെയും കുടുംബം തകർക്കാനും ആരെയും വളച്ചെടുക്കാനൊന്നും നടന്നിട്ടില്ല. ഈ പറയുന്ന മഹാനായ കുറുപ്പിന്റെ മകനാ ഒരു പെണ്ണിനെ ബോധം കെടുത്തി താലി കെട്ടിയത്. എന്നിട്ട് കുറ്റം എന്റെ അച്ഛനും അമ്മയ്ക്കും. അവരുടെ വളർത്തുദോഷം കൊണ്ടാണത്രേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ച് പണം കുറവുണ്ടെന്ന് വെച്ച് അന്തസ്സും അഭിമാനവും ആണത്തവും എന്റെ അച്ഛൻ ആരുടെ മുന്നിലും പണയം വെച്ചിട്ടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടിട്ടും ആ മനുഷ്യനൊന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതെന്നെ ഓർത്ത് മാത്രം. സ്വന്തം മോളെ ഈ ഗതിയിലാക്കിയ ജഗനെ എന്റെ അച്ഛനൊന്നും മനസ്സുരുക്കി ശപിച്ചാലുണ്ടല്ലോ, ശേഷിച്ച കാലം കിടക്കയിൽ കിടന്ന് ജീവച്ചവം പോലെ നരകിക്കേണ്ടി വരും. എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ അമ്മയെ ആക്ഷേപിച്ചത് തെറ്റ് തന്നെയാ. അതിനെ ആ രീതിയിൽ തിരിച്ചു പ്രതികരിക്കാതിരുന്നത് വന്ദനയുടെ അച്ഛന്റെ മാന്യത കൊണ്ട് തന്നെയാ. പിന്നെ എന്റെ അച്ഛന്റെ ശാപം കിട്ടിയ ഞാൻ ശേഷിച്ച കാലം ജീവശവം പോലെ കട്ടിലേക്ക് കിടന്ന് നരയിക്കുമെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ? അതിനു വേണ്ടിയുള്ള പാപമൊന്നും ജഗൻ ചെയ്തിട്ടില്ല. ഒളിച്ചടങ്കിലും ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായിട്ട് വിളിച്ചു പറഞ്ഞ് അവളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് മാത്രം വന്ദന ചിന്തിച്ചാ മതി. നാടറിയേ, നാട്ടുകാരറിയേ, നീ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ മുമ്പിൽ വെച്ച് വിളംബരം ചെയ്ത് താലി കെട്ടണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അത് നടന്നില്ല. ചെയ്തുപോയ തെറ്റിന് പലവട്ടം ഞാൻ മാപ്പ് പറഞ്ഞു. ക്ഷമിക്കുന്നതൊക്കെ വന്ദനയുടെ ഇഷ്ടം. ജഗനൊരു നിഴലായിട്ട് നിന്റെ ഒപ്പം എന്നും കാണും.
മിക്കവാറും ഐസ്ക്രീം ആയിരിക്കും. ഏയ്, മുത്തശ്ശിക്ക് തോന്നുന്നതേ അത് ഐസ്ക്രീം ആയിരിക്കത്തില്ല. പിന്നെ അതെന്തായിരിക്കും വന്ദനാമ്മ എനിക്ക് കൊടുത്തയച്ചത്? ലഡു, ജിലേബി, ബട്ടർ ബൺ, ബട്ടർ ഇല്ലാത്ത ബൺ. അച്ഛച്ച, അച്ഛമ്മേ, വന്ദനാമ്മനിക്ക് എന്താ കൊടുത്തയച്ചത്? ഐസ്ക്രീം അല്ലേ? അത് ഒട്ടേ വച്ചേക്കല്ലേ? അയ്യോ മോളെ, മറന്നു. മോക്ക് വന്ദനാമ്മ ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നായിരുന്നു. അതെടുക്കാൻ ഞാനും മറന്നു, മാധവേട്ടനും മറന്നു. സാരമില്ല, അച്ഛൻ ഇപ്പൊ പോയി മോൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരും. പോരെ? ഐസ്ക്രീം പിന്നെ വാങ്ങിച്ചാ മതി. അച്ഛച്ച, വന്ദനാമ്മ എന്നെ തിരക്കിയോ? പിന്നെ പോയപ്പോ മുതൽ വരുന്നത് വരെ മോളുടെ കാര്യമാ ചോദിച്ചോണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, മോളോട് സ്കൂൾ അവധിയാണെങ്കിലും പഠിച്ച കാര്യങ്ങളൊക്കെ മറക്കാതെ എന്നും എടുത്തു വെച്ച് പഠിക്കണമെന്നും പറഞ്ഞു. വന്ദനാമ്മ എന്തിനാ അച്ഛമ്മ എന്നെ വിട്ടിട്ട് പോയത്? ദിയമോൾക്ക് ഇവിടെ ആരും ഇല്ലാന്ന് വന്ദനാമ്മയ്ക്ക് അറിയില്ലേ? ആര് പറഞ്ഞേ ദിയമോൾക്ക് ആരുമില്ലെന്ന്? ദിയമോൾക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഇവിടെ ഞങ്ങൾ എല്ലാരും ഇല്ലേ? അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, പ്രകാശനങ്ങളുണ്ട്, വിനുവങ്ങളും ഉണ്ട്. അപ്പോ ആരുമില്ലാന്ന് പറഞ്ഞാ ഞങ്ങൾക്കൊക്കെ വിഷമാവില്ലേ മോളെ? മക്കളെ, മക്കളെ, വന്ദനമോൾക്ക് അവിടെ സുഖാണോടാ? വിരുന്നിന് ആരൊക്കെ വരുമെന്നാ പറഞ്ഞേ? കല്യാണം കഴിഞ്ഞ് നടത്തുന്ന വിരുന്നിന് സംബന്ധക്കാര് നിർബന്ധമായിട്ടും വരണം. വന്ദന സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മയുടെ വിശേഷങ്ങളൊക്കെ തിരക്കി. ആണോ? വിരുന്നിന് ആരൊക്കെ വരുമെന്ന് ചോദിച്ചപ്പോ എല്ലാരും വരാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, പിന്നെ അവരൊക്കെ നല്ല തിരക്കുള്ള ആൾക്കാരല്ലേ, എല്ലാവർക്കും വരാൻ സാധിച്ചൊന്നും വരില്ല. വന്ദനയ്ക്ക് അവിടെ സുഖമാണെന്ന് പറഞ്ഞത് വിശ്വസിക്കാനേ കുറച്ച് പ്രയാസമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.